സ്വന്തം ജീവിതത്തിലെ ഭൗതിക സുഖങ്ങൾ പരിത്യജിച്ചുകൊണ്ട് പരീക്ഷണ വിഷയമാക്കുക എന്നത് മഹത്വത്തിൻ്റെ ബീജം സ്വഭാവത്തിൽ ഉൾക്കൊള്ളുന്ന ചരിത്രത്തിലെ എല്ലാ വ്യക്തികളും ചെയ്തു പോന്നിട്ടുള്ളതാണ്. അതിന് ഏറ്റക്കുറച്ചിലുണ്ടാകുമെന്ന് മാത്രമേ ഉള്ളൂ. ധർമ്മപുത്രർക്ക് ഉപദേശിച്ചു കൊടുക്കുന്ന കഥകളിലൊക്കെ ധർമാനുഷ്ഠാനത്തിൻ്റെയോ ത്യാഗപൂർണമായ ജീവിതം നയിച്ചതിൻ്റെയോ അധർമ്മത്തിന് മേൽ ധർമ്മം വിജയം നേടുന്നതിൻ്റെയോ ഒരു ആഹ്വാനം അല്ലെങ്കിൽ സാരാംശം ഉൾക്കൊണ്ടിട്ടുണ്ടാകും. അതുപോലത്തെ ഒരു കഥ തന്നെയാണ് ഇതും. ധർമ്മപുത്രരുടെ ഈ സത്യസന്ധമായ ജീവിതത്തിന് ഈ ദ്രോണരെ കൊല്ലാൻ നേരത്തെ അദ്ദേഹം പറയുന്ന കളവ് ഒരു ഇതായിട്ട് നിൽക്കുന്നില്ലേ? അത് ഒരു ആചാര്യൻ്റെ ഉപദേശം അനുസരിച്ചിട്ടാണ്. ജീവിതത്തിലെ ആത്യന്തികമായ സത്യം പ്രപഞ്ച ജീവിതത്തിൻ്റെ, പ്രപഞ്ച നിലനിൽപ്പിൻ്റെ, പ്രപഞ്ച ആവിർഭാവത്തിൻ്റെ, പ്രപഞ്ച തിരോധാനത്തിൻ്റെ യഥാതഥമായ അർത്ഥം, ആത്യന്തികമായ ലക്ഷ്യം, അന്തിമമായ അവസ്ഥ എന്ത് എന്ന് മനുഷ്യന് ഊഹങ്ങൾ മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ സാക്ഷാത്കാരം ലഭിച്ച വ്യക്തികൾ പറഞ്ഞിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. ലോകത്തിലെ എല്ലാ സാക്ഷാത്കൃത ആത്മാക്കളുടെയും സാക്ഷാത്കാരത്തിന് ഹേതുബോധനായി നിൽക്കുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ഒരാചാര്യൻ ശ്രീകൃഷ്ണൻ നുണ പറഞ്ഞോളൂ എന്ന് അനുവാദം കൊടുത്തു. അതുകൊണ്ട് പറഞ്ഞതാണ്, സ്വന്തം നിലയിൽ പറഞ്ഞതല്ല. അവിടെ ലോകത്തെ തന്നേക്കാളും കൂടുതൽ മനസ്സിലാക്കിയിട്ടുള്ള, അല്ലെങ്കിൽ ലോകത്തിൻ്റെ സമസ്ത വൈഭവങ്ങളും മനസ്സിലാക്കിയിട്ടുള്ള, ലോകത്തിൻ്റെ സമസ്ത മേഖലകളിലും കണ്ണു ചെന്നിട്ടുള്ള അതീതാത്മാവായ ഒരു വ്യക്തി, അതീത ദർശനനായ ഒരു വ്യക്തി കൊടുത്ത ഉപദേശം നടപ്പിലാക്കുക എന്നതിൽ കവിഞ്ഞ് അവിടെ അദ്ദേഹത്തിന് ചിന്തിക്കാനൊന്നുമില്ല. ഉത്തരവാദിത്വം ഒരാൾ ഏറ്റെടുത്തിരിക്കുന്നു. ഇപ്പോൾ പഥ്യം തെറ്റിച്ചോളാൻ വൈദ്യൻ പറഞ്ഞു. അപ്പോൾ പഥ്യം തെറ്റിച്ചു. 2 ദിവസത്തേക്ക് നിങ്ങൾക്ക് പഥ്യം തെറ്റിച്ച് ആവശ്യമുള്ള ആഹാരമൊക്കെ കഴിക്കാം. പിന്നെ പഥ്യം തുടരുകയും വേണം. അപ്പോൾ 2 ദിവസം പഥ്യം തെറ്റിച്ച് മത്സ്യമോ മാംസമോ എന്താണെന്ന് വെച്ചാൽ കഴിക്കാം. കാരണം വൈദ്യന് അനുവാദം കൊടുത്തു. അപ്പോൾ വൈദ്യൻ അതിനെന്തെങ്കിലും ഒരു ഉദ്ദേശ്യം കണ്ടിട്ടുണ്ടാവും ആ പഥ്യം തെറ്റിക്കലിന്. അപ്പോൾ പിന്നെ അയാളുടെ ഉത്തരവാദിത്വം അല്ലാതെ, അയാൾ പഥ്യം തെറ്റിച്ച് രോഗം മൂർച്ഛിച്ചെന്നാൽ അയാളുടെ ഉത്തരവാദിത്വമാണ്. ഇത് വൈദ്യൻ പറഞ്ഞു. വൈദ്യൻ പറയുമ്പോൾ എന്തായിരിക്കും ഈ രോഗി മനസ്സിലാക്കുന്നത്? രോഗം മൂർച്ഛിക്കുകയില്ലായിരിക്കും, അല്ലെങ്കിൽ വൈദ്യൻ പറയുകയില്ലല്ലോ എന്നതാണ്. അപ്പോൾ വൈദ്യാനുവാദത്തോടുകൂടി പഥ്യം തെറ്റിക്കുന്നത് പോലെയാണ്. അതീതാത്മാവായ, അതീത ദർശനനായ, അതീത വ്യക്തിത്വമുള്ള, ലോകാതീതനായ, സർവലോക സംഗ്രഹ സമർത്ഥമായ കാഴ്ചപ്പാടുള്ള ഒരു വ്യക്തിയുടെ അനുവാദത്തോടുകൂടി, വ്യക്തിയുടെ നിർദ്ദേശത്തോടുകൂടി അദ്ദേഹത്തിൻ്റെ നിർദ്ദേശം നടപ്പിലാക്കുക എന്നുള്ളൊരു കർത്തവ്യം മാത്രമേ അപ്പോൾ അനുഷ്ഠിക്കുന്നുള്ളൂ. സത്യാസത്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് ക്ലേശിക്കേണ്ട ആവശ്യമില്ല. ധർമാധർമ്മങ്ങളും അപ്പോൾ വിഷയമല്ല. നീതി അനീതികളും അപ്പോൾ വിഷയമല്ല. ഒരു അനുവാദം കിട്ടിയിരിക്കുന്നു, സ്വസ്ഥമായ ഒരു കാര്യം ചെയ്യാനുള്ള അനുവാദം കിട്ടിയിരിക്കുന്നു. എന്നാലും അദ്ദേഹത്തിന് വ്യക്തിപരമായ വൈഷമ്യം ഉണ്ടായിരുന്നു, ഇത് അസത്യമാണല്ലോ എന്നുള്ളത്. ആ ഒറ്റൊരിക്കൽ മാത്രമേ സത്യം ലംഘിച്ചിട്ടുള്ളൂ. അവിടെ പ്രശ്നം ദ്രോണർ യുദ്ധം ചെയ്യാൻ പാടില്ലാത്ത ആളാണ്. സനാതനധർമ്മമാണത്. ബ്രാഹ്മണൻ യുദ്ധം ചെയ്യാനേ പാടില്ല. അവനെ കൊല്ലാൻ വന്നാലും യുദ്ധം ചെയ്യാൻ പാടില്ലെന്നാണ് ബ്രാഹ്മണൻ. അങ്ങനെയുള്ളവനായിരിക്കണം ബ്രാഹ്മണൻ. എപ്പോഴും സദാ മരിക്കാൻ സന്നദ്ധനായിരിക്കണം. എന്തുകൊണ്ടാണ്? മരണം ഒരവസ്ഥാന്തരം മാത്രമാണ് എന്ന് സ്ഥാപിക്കുന്ന ഒരു ദർശനമാണ് ഭാരതത്തിൻ്റേത്. അത് നിലനിന്നാലും നിലനിന്നില്ലെങ്കിലും ഒന്നുമില്ല. നിലനിൽക്കണം എന്ന് നമുക്ക് ആഗ്രഹം വരുമ്പോഴാണ് അതിന് പല നിയമങ്ങളും വരുന്നത്. നിലനിൽക്കണമെങ്കിൽ നിയമങ്ങളൊന്നുമില്ല. അപ്പോൾ ആ നിയമങ്ങൾ
ഒക്കെയും എങ്ങനെയുള്ള നിയമങ്ങളാണ്? സോപാധികമായ നിയമങ്ങളാണ്, ഉപാധിയോടുകൂടിയ നിയമങ്ങളാണ്, സോപാധികമാണ്, അൺകണ്ടീഷണൽ അല്ല, നിരുപാധികമല്ല. കൃഷ്ണനിൽ നിന്ന് അനുവാദം ലഭിച്ചു, അതുകൊണ്ടാണ് ഈ അസത്യം പറയുന്നത് എന്നാണ് മാഷ് പറഞ്ഞത്. കൃഷ്ണനോടുള്ള ഈ ഒരു അനുസരണ എല്ലാ കാലത്തും എല്ലാ കാര്യത്തിലും ധർമ്മപുത്രർ അനുവർത്തിച്ചിരുന്നു. കാരണം നാരായണ സൈന്യത്തെ അയച്ച് രാജ്യം വീണ്ടെടുക്കാം എന്ന് കൃഷ്ണന്റെ ഭാഗത്ത് ഒരു നിർദ്ദേശം വെക്കുകയുണ്ടായി. അന്ന് അതിന് ധർമ്മപുത്രർ വഴങ്ങിയില്ല. ഇല്ല, കൃഷ്ണൻ അത് സമ്മതിച്ചു. അപ്പോൾ തന്നെ അങ്ങനെ മതി എന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞാൽ മതി, അത് പോരാന്ന് പറഞ്ഞാൽ മതി, അത് പോരാന്ന് പറഞ്ഞാൽ അനുസരിക്കും. കൃഷ്ണൻ ലംഘിക്കില്ല. അത് അവർക്കൊരു ദുര്യശസ്. മനു പറയും, രാജാക്കന്മാർ അവരുടെ യശസ് എപ്പോഴും പരിപാലിച്ചിരിക്കണം. അപ്പോൾ അവരുടെ യശസ്സിനും പിന്നെ ഈ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, പ്രതിജ്ഞ ചെയ്തു പോയിട്ടുണ്ടല്ലോ, ആ പ്രതിജ്ഞയും ലംഘിക്കും. അത് വെറും സ്വകാര്യത്തിന് വേണ്ടിയാണ്. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ പ്രതിജ്ഞ ലംഘിക്കാനൊരു കാരണമുണ്ട്. പ്രതിജ്ഞയല്ല, നുണ പറയാനൊരു കാരണമുണ്ട്. ഇദ്ദേഹം ഇത് ചെയ്യാൻ പാടില്ലാത്തയാളാണ്. ആര്? ദ്രോണർ. ദ്രോണർ യുദ്ധത്തിൽ പങ്കെടുക്കാൻ പാടില്ല, ആയുധം പ്രയോഗിക്കാൻ പാടില്ല. ആയുധവിദ്യ പഠിക്കാം, പഠിപ്പ് ജ്ഞാനം എന്ന നിലയിൽ എന്ത് വിദ്യയും അവർക്ക് പഠിക്കാം. പക്ഷേ യുദ്ധത്തിൽ പങ്കെടുക്കാനോ യുദ്ധം ചെയ്യാനോ ആയുധം പ്രയോഗിക്കാനോ പ്രയോഗിക്കുന്നതോ ബ്രാഹ്മണന് നിഷിദ്ധമാണ്. ആ നിഷിദ്ധമായ കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. ആ നിഷിദ്ധ കർമ്മിയെ എന്ത് ഉപായം ഉപയോഗിച്ചും വധിക്കാം. അതുകൊണ്ടാണ് പറഞ്ഞതിനോട് സാധൂകരണം വരുന്നത്. കൃഷ്ണൻ പറഞ്ഞു എന്നുള്ള ഒരു ഒറ്റ കാരണത്താലാണ് ദ്രോണരെ കൊല്ലാൻ വേണ്ടി ഈ അസത്യം ധർമ്മപുത്രർ പറയുന്നതെങ്കിൽ എല്ലാ കാലത്തും എല്ലാ കാര്യങ്ങളിലും കൃഷ്ണനെ അനുസരിക്കുന്ന, കൃഷ്ണൻ്റെ വാക്കുകൾ ശ്രവിക്കുന്ന സ്വഭാവം ധർമ്മപുത്രർക്കുണ്ടായിരുന്നു. ഉദാഹരണത്തിന് നാരായണ സൈന്യത്തെ അയച്ച് രാജ്യം വീണ്ടെടുക്കാം എന്ന് കൃഷ്ണൻ്റെ ഭാഗത്തു നിന്നൊരു നിർദ്ദേശമുണ്ടായി. പക്ഷെ അതിന് അദ്ദേഹം വഴങ്ങുന്നില്ല. അവിടെ അദ്ദേഹം സ്വയം ചെയ്ത സത്യം അപ്പോഴും ലംഘിക്കപ്പെടും. പ്രതിജ്ഞ അപ്പോഴും ലംഘിക്കപ്പെടുകയാണല്ലോ ചെയ്യുന്നത്. ഇവിടെ അങ്ങനെ ഒരു പ്രതിജ്ഞ ഇല്ല. ദ്രോണരുടെ കാര്യത്തിൽ ഒരു അസത്യം പറയണം എന്ന് കൃഷ്ണൻ നിർദ്ദേശിച്ചപ്പോൾ ആ അസത്യം പറയാൻ അദ്ദേഹം സന്നദ്ധനായതിൽ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് പ്രതിജ്ഞാലംഘനങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ സനാതന സത്യം ലംഘിക്കുക എന്നൊരു പ്രതിജ്ഞാലംഘനം അവിടെ വരുന്നില്ലേ? അത് വരും. സത്യനിഷ്ഠ, അത് സത്യം എന്താണെന്ന്, അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ആദിമ കാരണവും ഉൽപ്പത്തിയും അതിൻ്റെ സ്ഥിതിയും അതിൻ്റെ വിനാശവും തന്നേക്കാൾ അറിയാവുന്നൊരു വ്യക്തിയുടെ ഉപദേശമാണ്, ഒരു പരമാചാര്യൻ്റെ ഉപദേശമാണ്. നുണ പറഞ്ഞോളൂ എന്ന് പരമാചാര്യൻ അങ്ങനെ ഉപദേശിച്ചതിന് തക്കതായ കാരണമുണ്ട് താൻ. മറ്റേ രാജ്യം വീണ്ടെടുത്ത് തരാം എന്ന് വനത്തിൽ വെച്ച് പറയുമ്പോഴും നിർബന്ധിച്ച് പറഞ്ഞാൽ അനുസരിക്കും. ധർമ്മപുത്രർ അവിടെയും പ്രതിജ്ഞാലംഘനം വരുമല്ലോ, ഞങ്ങൾക്ക് ദുര്യശസ് ഉണ്ടാകുമല്ലോ എന്ന് പറഞ്ഞപ്പോൾ കൃഷ്ണൻ സ്വയം വിരമിക്കുകയാണുണ്ടായത്. അത് സമ്മതിച്ചുകൊണ്ട് ധർമ്മപുത്രനും അതിൽ സങ്കടം പറഞ്ഞു അർജുനനും അതിൽ സങ്കടം പറഞ്ഞു കൃഷ്ണനോട്. ഇത് രണ്ടും വകവയ്ക്കാതെ അതല്ല ഞാൻ പഠിച്ചു തരിക തന്നെ ചെയ്യും എന്ന് പറഞ്ഞാൽ എതിർക്കില്ല, അനുസരിക്കും. ആ പ്രതിജ്ഞാലംഘനം അത് അദ്ദേഹം ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കണ്ടിട്ടുണ്ടാവും എന്നുദ്ദേശിച്ച് കൃഷ്ണൻ്റെ അഭിപ്രായത്തെ, നിർദ്ദേശത്തെ മാനിക്കുക തന്നെ ചെയ്യും. ഇവിടെ ആ രീതിയിൽ എന്തെങ്കിലും ഒരു അഭിപ്രായ പ്രകടനം ഇവിടെ പ്രതിജ്ഞാലംഘനം വരുന്നില്ല. ധർമ്മപുത്രരുടെ 12 വർഷം കാട്ടിൽ താമസിച്ചുകൊള്ളാം, 1 വർഷത്തെ അജ്ഞാതവാസവും നടത്തിക്കൊള്ളാം എന്നുള്ള പ്രതിജ്ഞാലംഘനം വരുന്നില്ല ഇവിടെ. അല്ല, ഇവിടെ ഏതെങ്കിലും തരത്തിലൊരു ധർമ്മഭീതി ആ സമയത്ത് ധർമ്മപുത്രർ പ്രകടിപ്പിച്ചിരുന്നോ? ഞാൻ സത്യം ലംഘിക്കും, സത്യം പ്രകടിപ്പിച്ചിരുന്നു. നുണ പറയില്ല എന്ന് പറഞ്ഞു. ഗോവിന്ദോ വ്യഥിതോ ബ്രവീത്, ഞാൻ നുണ പറയില്ല എന്ന് ഇദ്ദേഹം തീർത്ത് പറഞ്ഞപ്പോൾ അത് ഭഗവാൻ പ്രശ്നമായി. ഭഗവാന്റെ മുഖം മാറി. ഗോവിന്ദോ, ഗോവിന്ദൻ, കൃഷ്ണൻ, വ്യഥിതോ അബ്രവീത്, വ്യഥിതനായി, ദുഃഖിതനായി. പെട്ടെന്ന് ദുഃഖത്തിൻ്റെ ഛായ മുഖത്ത് ഉദിച്ചു. അപ്പോൾ പറഞ്ഞിട്ട് അനുസരിക്കുന്നതൊക്കെ പിന്നെ എന്താ ചെയ്യുക?
മഠയൻ എന്നാണ്, വിഡ്ഢി, മൂഢൻ, അവൻ്റെ ഒരു സത്യം എന്നാണ് വിചാരിക്കുന്നത്. എന്തുകൊണ്ടാണ്? സത്യം ലംഘിച്ച്, കുലധർമ്മവും സനാതന സത്യവും ലംഘിച്ച് നിൽക്കുന്ന ഒരു ബ്രാഹ്മണനാണ് ദ്രോണർ. ആയുധവിദ്യ പഠിപ്പിക്കാം, ആയുധം പ്രയോഗിക്കുകയോ യുദ്ധത്തിൽ പങ്കെടുക്കുകയോ ചെയ്യാൻ പാടില്ല ബ്രാഹ്മണൻ. അപ്പോൾ കുലധർമ്മം ലംഘിച്ചിരിക്കുന്നതാണ്, ബ്രാഹ്മണ്യത്തെ അപമാനിച്ചിരിക്കുകയാണ്. ആയുധവിദ്യ കൊണ്ട് ഉപജീവനം കഴിക്കുന്നവനാണ്. ഉപജീവനത്തിന് വേണ്ടി ആയുധവിദ്യ ഉപയോഗിക്കാൻ പാടില്ല ബ്രാഹ്മണൻ. അതിന് വേദം, അധ്യയനവും അധ്യാപനവും, അതിൻ്റെ പ്രചരണവും, യജനവും യാചനവും, സ്വന്തം നിലയിൽ യജ്ഞം ചെയ്യുകയും മറ്റുള്ളവർക്ക് യജ്ഞം ചെയ്തു കൊടുക്കുകയും, ഇങ്ങനെയാണ് ബ്രാഹ്മണൻ്റെ ഉപജീവനം. അതിനെല്ലാം ഘടകവിരുദ്ധനായി ഒരാൾ സർവ്വസൈന്യാധിപനായിരിക്കുന്ന ഒരു രാജ്യത്തിൽ യുദ്ധം പഠിപ്പിക്കുന്നു, സ്വയം യുദ്ധം ചെയ്യുന്നു, ധർമ്മത്തെ ആകെ തകിടം മറിച്ചിരിക്കുന്നു. വലിയ ആചാര്യനാണ്, ആചാര്യൻ എന്നുള്ള നിലയിൽ അതുല്യനാണ്, ആചാര്യൻ എന്നുള്ള നിലയിൽ അനനുകാര്യമായ ഔദാര്യം പ്രകടിപ്പിക്കുന്ന ആളാണ് സദാ എപ്പോഴും. ഒരിക്കൽ മാത്രമല്ല, ആചാര്യൻ എന്നുള്ള നിലയിൽ ഏറ്റവും മഹാനായ ഉദാര സ്വഭാവനാണ്, മഹത്വമുള്ളവനാണ്. പക്ഷേ ബ്രാഹ്മണൻ എന്നുള്ള നിലയിൽ ബ്രാഹ്മണ്യത്തിന് കളങ്കമാണ് അദ്ദേഹത്തിൻ്റെ ഓരോ പ്രവൃത്തി. അങ്ങനത്തെ ആളാണ്. പിന്നെ ജയിക്കാനും ഒക്കുകയില്ല. അയാളെ ജയിക്കുകയും വേണം. എന്തിനാണ്? അയാൾ ജയിച്ചാലേ ധർമ്മം ജയിക്കൂ, അല്ല അയാൾ തോറ്റാലേ ധർമ്മം ജയിക്കൂ. അയാളെ പരാജയപ്പെടുത്തണം. പരാജയപ്പെടുത്താൻ സാധാരണഗതിയിൽ മാർഗമൊന്നുമില്ല. ആയുധം വയ്ക്കാതെ പരാജയപ്പെടുത്താൻ സാധ്യമല്ല. ഇങ്ങനെയാണെങ്കിലും പുത്രപ്രിയനാണ്, അമിതമായ പുത്രപ്രിയം, അത്യധികമായ പുത്രസ്നേഹം, പുത്രൻ്റെ അടിമയാണ്. അത്രയും പോകും ആ സ്നേഹം. ധർമാധർമ്മ ചിന്ത തന്നെ പോകും അശ്വത്ഥാമൻ്റെ കാര്യം വരുമ്പോൾ ഇദ്ദേഹത്തിന്. അപ്പം ആ ഒരൊറ്റ മാർഗത്തിലൂടെ അദ്ദേഹത്തെ വധിക്കാനൊക്കൂ. അതാണ് കൃഷ്ണൻ കണ്ടുവച്ചിരിക്കുന്ന വധോപായവും. ഈ ഓരോരുത്തരെയും പറഞ്ഞിട്ടുണ്ട്, ഹതാസ്താ സർവ ഏവാജവു, ഹതാസ്താ സർവ ഏവാജവു. ഇവരെല്ലാം ഞാൻ നേരത്തെ കൊന്നുവച്ചിരിക്കുന്നു. നിമിത്ത മാത്രം ഭവ സവ്യസാചിൻ. നീ ഒരു നിമിത്തം മാത്രമായാലും മതി. ഇവരെല്ലാം ഞാൻ കൊന്നുവച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം അവർ സ്വയം ഹതരാണ്. എങ്ങനെ സ്വയം ഹതരായി? അവർ അധർമ്മത്താൽ ഹതരാണ്, അധർമ്മഹതന്മാരാണ്. അധർമ്മത്താൽ ഹതരായവർ ഇത് ജീവനാശം വന്നവരെക്കാളും നിസ്തേജന്മാരാണ്. അവരുടെ മനസ്സിലെപ്പോഴും അവർ തെറ്റ് ചെയ്യുന്നു എന്ന വിചാരത്തോട് നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്നവരാണ്. അങ്ങനെ അവർ ധർമ്മത്താൽ ഹതരാണ്. ധർമ്മത്താൽ ഹതരായവർ എന്ന് പറഞ്ഞാൽ എന്നാൽ ഹതരായവരാണ്. എന്താണ് കാരണം? ഞാൻ ധർമ്മമാകുന്നു, അതാണ് കാരണം. അപ്പം അങ്ങനത്തെ ഞാൻ പറഞ്ഞിട്ട് ഇവനത് നിരസിക്കുന്നല്ലോ എന്നാണ്. അതാണ് ഗോവിന്ദോ വിദിതോ ബ്രവീദ്. ഇവർ തോറ്റാൽ എന്ത് സംഭവിക്കും? അധർമ്മം ജയിക്കും. അല്ലാതെ നാം പുറമേ കാണുന്നത് പോലെ പാണ്ഡവരെ ജയിപ്പിക്കാനല്ല ഇദ്ദേഹം യത്നിക്കുന്നത്, ധർമ്മത്തെ ജയിപ്പിക്കാനാണ്. പാണ്ഡവർ കവിഞ്ഞാൽ 120 വർഷം ജീവിച്ചിരുന്ന് മരിച്ചു പോകുന്നവരാണ് പാണ്ഡവരെല്ലാവരും. പരമായുസ് 120. 120 വർഷം ജീവിച്ചിരുന്നവരങ്ങ് മരിച്ചു പോകും. ആ 120 വർഷത്തെ ജയാപജയങ്ങൾക്ക് വേണ്ടിയല്ല കൃഷ്ണൻ നിൽക്കുന്നത്. പിന്നെന്താണ്? പ്രപഞ്ചാവസാനത്തോളം ധർമ്മം നിലനിൽക്കണം, പ്രളയത്തോളം, മഹാപ്രളയത്തോളം ധർമ്മം നിലനിൽക്കണം. ആ ധർമ്മം നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള ഉപദേശമാണ് കൊടുക്കുന്നത്. അപ്പോൾ യുദ്ധത്തിൽ ധർമ്മം ലംഘിച്ചിട്ടുള്ള ഒരു വ്യക്തിയെ, ആ വ്യക്തിയുടെ ആയോധന പാടവവും യുദ്ധതന്ത്ര നൈപുണ്യവും നിമിത്തം അപരാജിതനായി നിൽക്കുകയാണ് അദ്ദേഹം. കൊടുങ്കാറ്റ് പോലെയാണ് അടിക്കുന്നത് സൈന്യത്തിൽ. കൊടുങ്കാറ്റടിച്ച് മണൽപ്പരപ്പിൽ നിന്ന് മണലിനെ പറത്തുന്നത് പോലെ സൈന്യങ്ങളെ ബാധിച്ചു കൊണ്ടിരിക്കുകയാണ്. ചുഴലി കൊടുങ്കാറ്റ് പോലെ. ആർക്കും തടുക്കാൻ നിവർത്തിയില്ല. അർജുനൻ വിചാരിച്ചിട്ടും ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കെ കൊല്ലാനൊരു മാർഗവുമില്ല. 10,000 വീതമാണ് ഒരു ദിവസം പാണ്ഡവന്മാരുടെ സൈന്യത്തെ ഇദ്ദേഹം കൊടുക്കുന്നത് ഒറ്റയ്ക്ക്. വളരെ അധാർമികമായി അഭിമന്യുവിനെ ഇവർ 6 മഹാരഥന്മാർ കൂടി കൊല്ലുകയും ചെയ്തു. ഇത് അദ്ദേഹം പുഞ്ചിരിയോടുകൂടി നോക്കിക്കൊണ്ടു നിന്നു. ദ്രോണർ അരുതെന്ന് പറയാൻ ബാധ്യതപ്പെട്ടവനാണ്, പ്രിയ ശിഷ്യൻ്റെ പുത്രനാണ്.
വേണ്ട, പ്രിയശിഷ്യൻ്റെ പുത്രനാണെന്നുള്ളതൊന്നും അപ്പോൾ വകവയ്ക്കേണ്ടതില്ല. അധാർമികമായ അയാളെ കൊല്ലുകയാണ്. അയാളുടെ തേര് പോയി, തേരാളി ചത്തു, തേര് പോയി, വില്ല് പോയി, എല്ലാം തകർന്നു, തേര് കത്തിപ്പോയി. ആഗ്നേയാസ്ത്രം പ്രയോഗിച്ച് തേര് കത്തിച്ചു കളഞ്ഞു. ആയുധങ്ങളൊന്നുമില്ല, വാളും പോയി. തേർചക്രം എടുത്തിട്ടാണ് പിന്നെ ഇവർ വിടുന്ന അമ്പുകളെ ഇയാൾ പ്രതിരോധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് പുറകിൽ കൂടി ചെന്ന് കുത്തുന്നത്. അത് കണ്ട് ചിരിച്ചുകൊണ്ട് നിൽക്കുക. ചിരിച്ചുകൊണ്ട് നിൽക്കത്തക്ക ഒരു കാഴ്ചയാണോ അത്? അല്ല. അപ്പം അതിലാണ് ഒരു വ്യക്തി എന്ന നിലയിലുള്ള അദ്ദേഹത്തിൻ്റെ നിർഘൃണത്വം, നിർദ്ദയത്വം, നിഷ്ഠുരത, അരിവില്ലായ്മ, നിഷ്കാരുണ്യം വെളിവാകുന്നത്. അവനെ കൊല്ലണമെന്നാണ് പറഞ്ഞത്. കുലധർമ്മത്തിനെതിരായിട്ട്, വ്യക്തിധർമ്മത്തിനെതിരായിട്ട്, ബ്രാഹ്മണ്യത്തിനെതിരായിട്ട് ആയോധനവിദ്യയെ ഉപയോഗിച്ച് ഉപജീവനം കഴിക്കുന്ന ബ്രാഹ്മണനെ കൊല്ലണം. അവൻ കുലഹതനാണ്, അവൻ ധർമ്മഹതനാണ്, അവൻ പിശാചിന് തുല്യനാണ്. പക്ഷേ ആചാര്യൻ എന്നുള്ള നിലയിൽ പരമമായ ഔദാര്യം പ്രകടിപ്പിക്കുന്നവനാണ്. ആ ഒരൊറ്റ ഗുണത്തിലാണ് എല്ലാവരും അദ്ദേഹത്തെ മാനിക്കുന്നത്. അനന്യകാര്യമായ ഔദാര്യത്തിൻ്റെ നിത്യമൂർത്തിയാണ് ആചാര്യൻ എന്നുള്ള നിലയിൽ. അതാണ് ദൃഷ്ടദ്യുമ്നനെ വിളിച്ച് പഠിപ്പിക്കുന്നത്. അത് അപാരമാണ്, യഥാർത്ഥമായ ആചാര്യത്വമുള്ള ആളുമാണ്. അവിടെ വരുമ്പോൾ അദ്ദേഹത്തിലെ മനുഷ്യനില്ലാത്ത കൃപ അദ്ദേഹത്തിലെ ആചാര്യനുണ്ട്. പക്ഷേ സർവത്ര അദ്ദേഹം ധർമ്മലംഘനം നടത്തിയിരിക്കുന്നു. ധർമ്മലംഘനമാണ് നടത്തിയതെന്ന് സാധാരണ നിലയിൽ നമുക്ക് ബോധ്യമാവില്ല എന്നേ ഉള്ളൂ. അതെന്തുകൊണ്ടാണ്? നാം ഇതൊന്നും വിവേചിച്ച് മനസ്സിലാക്കിയിട്ടല്ല അദ്ദേഹത്തെ സമീപിക്കുന്നത്. അതുകൊണ്ട് അദ്ദേഹം ധർമ്മം ലംഘിച്ചതായി നമുക്ക് തോന്നുകയില്ല. നമുക്ക് ആകെ അദ്ദേഹത്തോട് അമർഷം തോന്നുന്നത് എന്തിലാണ്? ഏകലവ്യൻ്റെ വിരൽ മുറിച്ച് വാങ്ങിച്ചതിൽ മാത്രമാണ്. വേറെ ഒരു കാര്യത്തിലും നമുക്ക് സാധാരണഗതിയിൽ അമർഷം തോന്നുന്നില്ല അദ്ദേഹത്തോട്. ഏകലവ്യൻ്റെ വിരൽ മുറിച്ച് വാങ്ങിച്ചതിലല്ല അദ്ദേഹത്തോട് നമുക്ക് അമർഷം തോന്നേണ്ടത് അദ്ദേഹം ആയുധവിദ്യ ഉപജീവന മാർഗമാക്കിയതിലാണ്. അത് അദ്ദേഹം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തതായിരുന്നു. പിന്നെ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരെ കൊണ്ട് പാഞ്ചാല രാജ്യത്തിൻ്റെ പകുതി പിടിച്ച് അടക്കി തൻ്റെ സ്വന്തമാക്കി വെച്ചുകൊണ്ടിരിക്കുന്നു. സ്വന്തമാക്കി വെച്ചിട്ട് തിരികെ കൊടുക്കണം, സ്വന്തമാക്കി വയ്ക്കാം. എന്തിനാണ്? അയാളൊരു പാഠം പഠിപ്പിക്കാനാണ് പാഞ്ചാലനെ, ദ്രുപദനെ, പഴയ സതീർത്ഥ്യൻ ചെയ്ത സൗഹൃദത്തിലെ ചതിക്കുള്ള ഒരു ചികിത്സ, ഒരു വൈദ്യുതി ചികിത്സ എന്നുള്ള നിലയിൽ അത് ചെയ്യാവുന്നത് തന്നെയാണ്, ചെയ്യേണ്ടതുമാണ്. പക്ഷേ അത് ഒരിക്കലും മുട്ടുകൊടുത്തില്ല. പിന്നെ അത് പിടിച്ചടക്കി വെച്ചിട്ട് കാര്യം ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് ആ രാജ്യം എടുത്ത് പാഞ്ചാലൻ്റെ മുഖത്ത് അദ്ദേഹം വലിച്ചെറിയേണ്ടതാണ്. അത് ചെയ്തില്ല. എന്ന് വെച്ച് അദ്ദേഹത്തിന് ദ്രവ്യേച്ഛയുള്ള വ്യക്തിയുമല്ല. അനാവശ്യമായ ദ്രവ്യം സമ്പാദിക്കണമെന്നോ സ്വർണം സമ്പാദിക്കണമെന്നോ ധനം കൂട്ടി വയ്ക്കണമെന്നോ ആഗ്രഹമുള്ള ആളുമല്ല. പക്ഷേ വൃത്തി ക്ഷത്രിയ വൃത്തിയാണ്, ബ്രാഹ്മണൻ്റെ ക്ഷത്രിയ വൃത്തി. അത് അന്നത്തെ നിലയ്ക്ക് വളരെ അക്ഷന്തവ്യമായ ഒരു അധർമ്മ ആചാരമാണ്. അങ്ങനെ അധർമ്മം ആചരിക്കുന്ന ഒരു വ്യക്തി അപരാജിതനും കൂടി ആയാൽ എന്തു ചെയ്യും? ധർമ്മത്തിന് ജയിക്കാൻ പഴുത് കിട്ടില്ല. പിന്നെ തൽക്കാലത്തേക്ക് അസുരാവിഷ്ടനുമാണെന്നും പറയും. ഇവരെല്ലാം അസുരാവിഷ്ടന്മാരാണ്, അസുരന്മാരാൽ ആവേശിക്കപ്പെട്ടവരാണ്. ഭീഷ്മരും അതെ, ദ്രോണരും അതെ, കൃപരും അതെ, അശ്വത്ഥമാവും അതെ. അസുരന്മാർ വന്ന് ആവേശിച്ചിരിക്കുകയാണ് പാതാളത്തിൽ നിന്ന് ഇവരെ. അപ്പോൾ അസുരാവിഷ്ടനുമാണ്. അതുകൊണ്ട് യുദ്ധത്തിൽ അധർമ്മവും കാണിക്കും. അതുകൊണ്ടാണ് അദ്ദേഹം ഈ അഭിമന്യുവിനെ കൊല്ലുന്നത് നോക്കി നിന്ന് ചിരിച്ചത്. അല്ലെങ്കിൽ ആയുധം പോയത് ആർക്കാണെങ്കിലും, ആരുടെ ആണ് ആയുധം നഷ്ടപ്പെട്ടതെങ്കിലും അയാളെ യുദ്ധത്തിൽ ആരും ഒന്നും ചെയ്യാൻ പാടില്ല. എല്ലാവരും സമ്മതിച്ചിട്ടുള്ള നിബന്ധനയാണത്. അപ്പോൾ അങ്ങനെ കൊല്ലുമ്പോൾ അദ്ദേഹം എന്താ ചെയ്യേണ്ടത്? ആചാരൻ എന്നുള്ള നിലയിലും ആ സൈന്യത്തിൻ്റെ സർവ്വസൈന്യാധിപൻ എന്നുള്ള നിലയിലും അയാൾ ഒഴിഞ്ഞു പോകാൻ അയാൾക്ക് സ്വൈര്യം ഉണ്ടാക്കി കൊടുക്കുകയാണ് വേണ്ടത്. തേരിൽ യുദ്ധം ചെയ്യാതെ നോക്കി നിന്നുകൊണ്ട്, യുദ്ധം ചെയ്യുമ്പോൾ യുദ്ധത്തിൽ ശ്രദ്ധിക്കണമല്ലോ, ഇത് പൂർണ്ണമായിട്ട് കണ്ടു രസിക്കാൻ വേണ്ടി യുദ്ധം ചെയ്യാതെ നിന്നുകൊണ്ട് നിസ്സഹായനായി നിന്ന അഭിമന്യുവിനെ കൊല്ലുന്നതാണ് കണ്ടത്. അയാൾ നിസ്സഹായനായി നിന്നത് അയാൾ ചക്രവ്യൂഹത്തിൽ പെട്ടുപോയതുകൊണ്ടാണ്.
ചക്രവ്യൂഹത്തിൻ്റെ ഒരു ഉപഘടകമാണ് ഈ പത്മവ്യൂഹം എന്ന് പറയുന്നത്. പത്മവ്യൂഹത്തിലല്ല അഭിമന്യു പെട്ടത്, പത്മവ്യൂഹത്തിലാണ് പെട്ടതെന്നാണ് ആൾ ധരിച്ചു വെച്ചിരിക്കുന്നത്. ചക്രവ്യൂഹത്തിലാണ് പെട്ടത്. ചക്രവ്യൂഹം എന്ന് വെച്ചാൽ സുദർശന ചക്രത്തിൻ്റെ ആകൃതിയിൽ സൈന്യങ്ങളെ വ്യൂഹനം ചെയ്യുന്ന വിദ്യയ്ക്കാണ് ചക്രവ്യൂഹം എന്ന് പറയുന്നത്. ചക്രവ്യൂഹത്തിൻ്റെ ഉള്ളിലെ ഒരു സംവിധാനമാണ് പത്മവ്യൂഹം. ശരിക്കത് ചക്രവ്യൂഹമാണ്. ചക്രവ്യൂഹത്തിൻ്റെ ഉള്ളിൽ പത്മവ്യൂഹം ഉണ്ടായിരിക്കും എന്നേ ഉള്ളൂ. അതൊരു ചെറിയ സംവിധാനം. അതിൽ നിന്ന് പുറത്തു വരാനുള്ള വിദ്യ ഇയാൾ പഠിച്ചിട്ടില്ല. അത് പഠിക്കാൻ മാത്രം പ്രായമായില്ല അയാൾക്ക്. പിന്നെ കൃഷ്ണൻ പറഞ്ഞ ഒരു ഓർമ്മയേ ഉള്ളൂ അദ്ദേഹത്തിന്. അതെപ്പോൾ പറഞ്ഞത്? രുക്മിണിക്ക് പറഞ്ഞു, സുഭദ്രയ്ക്ക് പറഞ്ഞു കൊടുത്തതാണ്. സുഭദ്രയും വലിയ യുദ്ധവിദഗ്ധയായിരുന്നു. ഇതിൽ യുദ്ധത്തിന് ഇറങ്ങിയില്ലെന്ന് മാത്രമേ ഉള്ളൂ. അവരെ ഒളിച്ചോടിയപ്പോൾ യാദവ സൈന്യത്തെ മുഴുവൻ നേരിട്ടത് സുഭദ്രയാണ്. അർജുനൻ തട്ടിക്കൊണ്ടു പോകുന്നപ്പോൾ അത് നോക്കി നിന്ന് ഇദ്ദേഹം രസിക്കുകയായിരുന്നു. ചെറിയൊരു അസൂയുണ്ട്. 16 വയസ്സേ ഉള്ളൂ. 16 വയസ്സുള്ള ഒരുത്തൻ ഈ കാണായ മഹാരഥന്മാരെ എല്ലാം വിട്ട് വെള്ളം കുടിപ്പിച്ച് ഇത് കണ്ടപ്പോൾ ചെറിയൊരു അസൂയ തോന്നിയിട്ടുണ്ടാവണം അദ്ദേഹത്തിന്. തോന്നിയതൊന്നും മഹാഭാരതത്തിൽ പറയുന്നില്ല, അല്ലെങ്കിൽ ആ ചിരി വരികയില്ല. ഒരു 16 വയസ്സുള്ള ഒരു യുവാവിനെ, അമിതകാന്തിമാനായ ഒരു യുവാവിനെ, പ്രിയ ശിഷ്യൻ്റെ പുത്രനെ, അധർമ്മ യുദ്ധത്തിൽ ഒരധർമ്മവും ചെയ്തിട്ടില്ലാത്തവനെ, ജീവിതത്തിലേക്ക്, യഥാർത്ഥമായ ജീവിതത്തിലേക്ക് കാലുകുത്തുക മാത്രം ചെയ്തിട്ടുള്ള ഒരു യുവകോമളനെ, ഓമനിക്കാൻ തോന്നത്തക്ക വിധത്തിൽ സൗകുമാര്യം തെഴുത്തു നിൽക്കുന്ന ഒരു യുവകോമളനെ കൊല്ലുന്നത് കാണുമ്പോൾ അദ്ദേഹത്തിന് പുഞ്ചിരി, ഉള്ളു തുറന്ന ഒരു പുഞ്ചിരി ഉണ്ടാകണമെങ്കിൽ അത് മാനുഷികമായ ഒരു അക്ഷന്തവ്യ നൈഷ്ഠുര്യമാണ്. അത് അദ്ദേഹത്തിനുണ്ടായി. അദ്ദേഹത്തിലെ ആചാര്യന് എത്ര വലുതായാലും അതുണ്ടാവാൻ പാടില്ലാത്തതാണ്. ഇങ്ങനെ അധാർമികമായി യുദ്ധം ചെയ്യുക, ധർമ്മരഹിതമായ പക്ഷത്ത് നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുക, കുലവൃത്തിക്ക് വിരുദ്ധമായ ക്ഷത്രിയവൃത്തി സ്വീകരിക്കുക, എന്നിട്ട് യുദ്ധത്തിലേർപ്പെടുക, യുദ്ധം തന്നെ ഉപജീവനമാർഗമാക്കി, വിദ്യ പഠിപ്പിക്കുന്നത് തന്നെ ഉപജീവനമാർഗമാക്കി സ്വീകരിക്കുക, വേദം പഠിപ്പിക്കുന്നത് ഉപജീവനമാർഗമാക്കേണ്ടതിന് പകരം ഇങ്ങനെയുള്ള അധർമ്മങ്ങളെല്ലാം ചെയ്തിരിക്കെ അദ്ദേഹം എന്തും കൂടി ഉണ്ട് അദ്ദേഹത്തിന്, അപരാജിതനുമാണ്. ആര് വിചാരിച്ചാലും തോൽപ്പിക്കാനും സാധ്യമല്ല. അപ്പോൾ ധർമ്മം തോൽക്കുക എന്ന് വെച്ചാൽ സനാതനമായ ജീവിത രീതി ചോദ്യം ചെയ്യപ്പെടുക എന്നുള്ളതാണ്. സനാതനമായ ജീവിത രീതി ചോദ്യം ചെയ്യപ്പെടാതിരിക്കാൻ ഒരു തൽക്കാലത്തേക്ക് ഒരു വ്യക്തിയെ നിഹനിക്കേണ്ടത് ലോകത്തിൻ്റെ നിലനിൽപ്പിന് ആവശ്യമാണ് എന്ന് വന്നപ്പോൾ അയാൾ അധാർമികനായതുകൊണ്ട് അയാളെ വധിച്ചു കളയുന്നതിന് ഉള്ള ഉപായം എന്ന നിലയിൽ നുണ പറയാൻ അനുവാദം കൊടുക്കുകയായിരുന്നു. അപ്പോഴാണ് അദ്ദേഹം ഞാൻ നുണ പറയുകയില്ല എന്ന് ശഠിച്ചത്. അങ്ങനെ ശഠിച്ചപ്പോഴാണ് കൃഷ്ണൻ്റെ മുഖത്ത് ചെറിയ ദുഃഖത്തിൻ്റെ പ്രതിച്ഛായ പരന്നു. അപ്പോൾ വളരെ ദുഃഖത്തോടുകൂടി പറഞ്ഞു, ഇത് യുദ്ധം ജയിക്കുന്നതിന് വേണ്ടി മാത്രമല്ല, ധർമ്മം ജയിക്കുന്നതിന് നിങ്ങൾ ഈ നുണ പറഞ്ഞേ മതിയാവൂ, അല്ലെങ്കിൽ യുദ്ധം ഞാൻ ഏറ്റെടുക്കേണ്ടി വരും. അപ്പോഴാണ് ധർമ്മപുത്രർ ഈ നുണ പറഞ്ഞത്. അവിടെ അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ധർമ്മലംഘനവും ഇല്ല എന്ന് മാത്രമല്ല, അങ്ങനെ ഒരു നുണ പറയുന്നതിന്, നുണ പറയുക എന്നുള്ള ഒരു ധർമ്മലംഘനത്തിന് ഭഗവാൻ അനുവാദം കൊടുക്കുകയും ചെയ്തു. ഇപ്പോൾ കോടതി ശിക്ഷിച്ച ഒരു വ്യക്തിയെ പ്രസിഡൻറ്റിന് വെറുതെ വിടാം, പ്രസിഡൻറ്റ് വെറുതെ വിട്ടു, ശിക്ഷ ചെയ്ത് കൊടുത്തു, ആർക്കും ഒന്നും ചെയ്യാനൊക്കില്ല. അതുപോലെയാണ് അതീതനായ, നിയമങ്ങൾക്കെല്ലാം അതീതനായി നിൽക്കുന്നൊരു വ്യക്തി, നിയമങ്ങൾക്കെല്ലാം അതീതനായ ഒരു വ്യക്തി നിൽക്കുക എന്നതും ഒരു നിയമമാണ്. അതൊരു നിയമമാണ്. നിയമാതീതത്വം എന്ന് പറയുന്ന ഒരു നിയമമുണ്ട് പ്രപഞ്ചത്തിൽ. ആ നിയമത്തിൻ്റെ അനുശാസനങ്ങൾക്ക് വിധേയനായി നിൽക്കുന്ന ഒരു അതീത വ്യക്തിയുടെ ഉപദേശം അദ്ദേഹം ശിരസ പാലിക്കുകയാണ് ചെയ്തത്. പിന്നെ കൃഷ്ണൻ ഇതിലൊന്നുമില്ല. അദ്ദേഹത്തിന് പ്രപഞ്ചം നശിച്ചാലും ഒന്നുമില്ല, പ്രപഞ്ചം നശിച്ചില്ലെങ്കിലും ഒന്നുമില്ല. ഇതെല്ലാം മനുഷ്യരാശിയുടെ ജീവിതം നിലനിൽക്കുന്നതിന് വേണ്ടി അദ്ദേഹം ചെയ്യുന്ന കൃത്യങ്ങളാണ്.
അല്ല പ്രപഞ്ചം ജയിച്ചാലെന്ത്, ജയിച്ചില്ലെങ്കിലെന്ത്, നിന്നാലെന്ത്, നിന്നില്ലെങ്കിലെന്ത്. കാരണം പ്രപഞ്ചാതീതനായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പ്രപഞ്ചത്തിന് പരിണാമമേ ഉണ്ടാകുന്നുള്ളൂ, പ്രപഞ്ചം നശിക്കുക എന്നുള്ളതില്ല. അപ്പോൾ ഇതെല്ലാം മനുഷ്യന് വേണ്ടി, മനുഷ്യജീവിതത്തിന് വേണ്ടി അദ്ദേഹം ചെയ്തിട്ടുള്ളതാണ്. ഈ അകൃത്യം എന്ന് തോന്നുന്ന ഈ നുണ പറയാനുള്ള അദ്ദേഹത്തിൻ്റെ സാന്ദർഭികമായ നിർദ്ദേശത്തിന് അതാണർത്ഥം. അത് എപ്പോഴും ഏത് കാലത്തും ഏത് പരിസ്ഥിതിയിലും ചരിത്രത്തിൽ മനുഷ്യരെ രക്ഷപ്പെടണമെങ്കിൽ അങ്ങനെ ചില തിന്മകളുടെ നിഴലാട്ടമുള്ള കൃത്യങ്ങൾ അനുഷ്ഠിക്കേണ്ടി വരും. അനുഷ്ഠിച്ചിട്ടുണ്ട്, അനുഷ്ഠിക്കാവുന്നതാണ്, ഇനി മേലിലും അനുഷ്ഠിക്കേണ്ടി വരും.